ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 26ാമത്തെ പഠന ക്ലാസ്സാണ്. ഇന്ന് നാമം 289 മുതലാണ് നമുക്ക് പഠിക്കേണ്ടത്. നാമം 289. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക. ഓം ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളികായൈ നമഃ. ശ്രുതി അധികം സീമന്ത അധികം സിന്ദൂരീകൃത അധികം പാദ അധികം അബ്ജ അധികം ധൂളിക. പദം പിരിക്കാമെങ്കിലും ഒറ്റ നാമമായി ചൊല്ലേണ്ടതുണ്ട്. ശ്രുതികളുടെ സീമന്തരേഖയിൽ സിന്ദൂരമായി തീർന്ന പാദാബ്ജ ധൂളികകളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഇനി ഇതെന്താണെന്ന് വിശദമാക്കാം. ശ്രുതികൾ എന്നാൽ വേദങ്ങളാണ്. ഇവിടെ വേദങ്ങളെ സ്ത്രീ രൂപത്തിൽ സങ്കല്പിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ മുടി നെറ്റിയുടെ മുകളിലായി നടുവിലൂടെ വകുപ്പെടുത്ത് വയ്ക്കുമ്പോൾ നടുവിലുണ്ടാകുന്ന രേഖയാണ് സീമന്തം. സീമന്തരേഖ എന്നും പറയും. സിന്ദൂരീകൃതമെന്നാൽ ഈ സീമന്തരേഖയിൽ ഭർതൃമതികളായ സ്ത്രീകൾ സിന്ദൂരം അണിയുന്നത് സാധാരണയാണ്. ശ്രുതികൾ അതായത് വേദങ്ങളാകുന്ന ദേവതമാർ ലളിതാദേവിയുടെ പാദങ്ങളിൽ ശിരസ് തട്ടത്തക്കവണ്ണം നമസ്കരിക്കുമ്പോൾ ദേവിയുടെ പാദങ്ങളിലെ പൊടിപടലങ്ങൾ അവരുടെ സീമന്തരേഖകളിൽ പതിയുന്നുവെന്നും അത് ആ ദേവതമാർക്ക് സീമന്തത്തിൽ സിന്ദൂരമണിഞ്ഞാലെന്ന പോലെ സൗഭാഗ്യകരമാണെന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു. വേദദേവതമാരുടെ സീമന്തരേഖയിൽ ദേവിയുടെ പാദങ്ങളിലെ പൊടി വളരെ കുറച്ചേ പറ്റിയിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതിനാൽ ദേവിയുടെ മാഹാത്മ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാനോ വിവരിക്കാനോ വേദങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും അർത്ഥമാകുന്നു. വേദങ്ങളുടെ ഊർധ്വഭാഗം അഥവാ മൂർധാവ് ഉപനിഷത്തുക്കളാണെന്ന് പ്രസിദ്ധമായ കാര്യമാണ്. എന്നിട്ടും ഈ ഉപനിഷത്തുകൾക്ക് ദേവീരൂപത്തെക്കുറിച്ച് വ്യക്തമോ പൂർണ്ണമോ ആയ വിവരണം നൽകാനാവുന്നില്ല എന്നും അർത്ഥമുണ്ട്. വേദവാക്യങ്ങൾക്കും അപ്പുറമാണ് ദേവി. സൗന്ദര്യലഹരിയിലെ 84ാമത്തെ ശ്ലോകത്തിൽ വേദമൂർധാക്കളായ ഉപനിഷത്തുക്കൾക്ക് ദേവിയുടെ തൃപ്പാദങ്ങൾ ഭൂഷണമാകുന്നു എന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ശ്രുതീനാം മൂർധാനോ ദധതി തവയൗ ശേഖരതയാ മമാപ്യേതൗ മാതശിരസിതയാധേഹി ചരണൗ. വേദങ്ങളുടെ ശിരസ്സുകൾ ഉപനിഷത്തുകളാകയാൽ ഉപനിഷത്തുകളിലും ദേവി വർണ്ണിക്കപ്പെടുന്നുവെന്നും അവ ദേവിയുടെ ചരണാരവിന്ദങ്ങളെ നമസ്കരിക്കുന്നുവെന്നും വ്യാഖ്യാനിച്ചു കാണുന്നു. ഇനി നാമം 290. സകലാഗമ സന്തോഹ ശുക്തി സമ്പുടമൗക്തിക. ഓം സകലാഗമ സന്തോഹ ശുക്തി സമ്പുടമൗക്തികായൈ നമഃ. സകല അധികം ആഗമ അധികം സന്തോഹ അധികം ശുക്തി സമ്പുട അധികം മൗക്തിക. ഇതും ഒറ്റനാമമാണ്. സകല എന്നാൽ എല്ലാം, ആഗമ എന്നാൽ ആഗമങ്ങൾ അതായത് വേദങ്ങൾ, സന്തോഹം എന്നാൽ സമൂഹം അഥവാ കൂട്ടം, ശുക്തി എന്നാൽ മുത്തുച്ചിപ്പി, സമ്പുട എന്നാൽ ചെപ്പ്, മൗക്തിക എന്നാൽ മുത്ത് എന്നാണ് അർത്ഥം. നാസാഭരണമെന്നും അർത്ഥമുള്ളതായി സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനിച്ച് കാണുന്നു. അപ്പോൾ സകല വേദസമൂഹമാകുന്ന മുത്തുച്ചിപ്പിക്കുള്ളിൽ മുത്തായി സ്ഥിതി ചെയ്യുന്നവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം. വേദസമൂഹത്തെ മുത്തുച്ചിപ്പിയായി ഉപമിക്കുന്നതിനാൽ അതിലെ മുത്ത് ദേവിയാകുമ്പോൾ ഏറ്റവും അമൂല്യമായതും സകല വേദങ്ങളുടെ സാരമാകുന്നതും ദേവിയാണെന്ന് അർത്ഥം വരുന്നു. ആഗമങ്ങൾ എന്നാൽ വേദങ്ങളിലേക്ക് വന്നത് എന്നാണ് അർത്ഥം. സകലാഗമ സന്തോഹം എന്നാൽ എല്ലാ ആഗമങ്ങളും കൂടിച്ചേർന്ന മുത്തുച്ചിപ്പിയാകുന്ന ചെപ്പിലിരിക്കുന്ന മുത്താണ് ദേവി എന്നാണ് നാമം അർത്ഥമാകുന്നത്.
മുത്തുമണിയാണ് മുത്തുച്ചിപ്പിയെ ഭംഗിയുള്ളതാക്കുന്നതെന്ന പോലെ ദേവീ ചൈതന്യമാണ് വേദങ്ങളുടെ മഹത്വം. ദേവിയുടെ മുഖത്തെ ഒരു അവയവം മാത്രമായ നാസികയിൽ അണിയുന്ന മുക്കുത്തിയെക്കുറിച്ച് പറയാനേ കഴിയൂ എന്നതുപോലെ ആഗമങ്ങൾക്ക്, അതായത് വേദങ്ങൾക്ക് അസ്പഷ്ടമായിട്ട് മാത്രമേ ദേവിയുടെ സ്വരൂപത്തെ വർണ്ണിക്കാൻ കഴിയുന്നുള്ളൂ. ഇതാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 291 പുരുഷാർത്ഥപ്രദ. ഓം പുരുഷാർത്ഥപ്രദായൈ നമഃ. പുരുഷ അധികം അർത്ഥപ്രദ, പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ. ലോകത്തെ നിലനിർത്തുവാൻ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ജീവിത രീതികളും മൂല്യങ്ങളുമാണ് ധർമ്മം. അർത്ഥമെന്നാൽ ധനം എന്നാണ് അർത്ഥം. ധനസമ്പാദനം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പാദിച്ച ധനം പാപഫലം ഉളവാക്കുന്നവയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയാണ് മോഹമെന്ന് പറയുന്നത്. മോക്ഷം നേടണമെങ്കിൽ കാമം, അതായത് ആഗ്രഹങ്ങൾ ഇല്ലാതാകണം. ഒന്നുകിൽ ആഗ്രഹപൂർത്തി ഉണ്ടാവണം, അതല്ലെങ്കിൽ അവയുടെ നിരർത്ഥകതയെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. അപ്പോൾ ധർമ്മനിഷ്ഠമായി ധനം സമ്പാദിച്ച് ആഗ്രഹപൂർത്തീകരണത്തിലൂടെയോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ത്യജിച്ചിട്ടോ ജീവിച്ച് അവസാനം മോക്ഷപ്രാപ്തി നേടണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം. അധർമ്മികൾക്ക് മോക്ഷം ലഭിക്കുന്നില്ല. ഇപ്രകാരം 4 വിധത്തിലുള്ള പുരുഷാർത്ഥങ്ങളെ, അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നവളെന്ന് നാമത്തിന് അർത്ഥമാകുന്നു. പുരുഷൻ എന്ന് പറയുന്നത് രുദ്രൻ എന്നാണ് അർത്ഥം. പുരുഷോ വൈ രുദ്രഃ എന്ന ശ്രുതിവാക്യം അനുസരിച്ച് പുരുഷ ശബ്ദം ശിവാർത്ഥകം, അതായത് രുദ്രൻ. അർത്ഥപ്രദനായ രുദ്രൻ്റെ സ്വരൂപമായവൾ എന്നാണ് വ്യാഖ്യാനം. ഏതൊരുവൾ കാരണമായിട്ട് പുരുഷൻ അർത്ഥപ്രദനായി ഭവിക്കുന്നുവോ അവൾ എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. ശക്തിയുക്തനാകുന്നത് കൊണ്ട് മാത്രമേ രുദ്രൻ അഭീഷ്ടദാനത്തിൽ ശക്തനാകുന്നുള്ളൂ. നാമം 292 പൂർണ്ണ. ഓം പൂർണ്ണായൈ നമഃ. സദാ പൂർണ്ണയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഒന്നിലും ഒരംശത്തിൽ പോലും ഒരു കുറവുമില്ലാത്തവൾ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവൾ എന്നും എല്ലാം ദേവിയിൽ നിറഞ്ഞിരിക്കുന്നുവെന്നും വ്യാഖ്യാനം. സൗഭാഗ്യഭാസ്കരത്തിൽ പൂർണ്ണ എന്ന നാമത്തിനെ ദേശകാല വസ്തുകൃത പരിച്ഛേദരാഹിത്യാത് പൂർണ്ണ എന്ന് നിർവചിച്ചിരിക്കുന്നു. ഈശാവാസ്യോപനിഷത്തിൽ ശാന്തിപാഠം ഇപ്രകാരമാണ്: ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രണവസ്വരൂപിയായ ബ്രഹ്മം അത് പൂർണ്ണമാകുന്നു. ഈ കാണുന്ന പ്രപഞ്ചം പൂർണ്ണമാകുന്നു. പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്ന് പൂർണ്ണമായ പ്രപഞ്ചം ആവിർഭവിക്കുന്നു. പൂർണ്ണമായ കാരണബ്രഹ്മത്തിൻ്റെ പൂർണ്ണതയെ എടുത്തു മാറ്റിയാലും പൂർണ്ണമായ കാരണബ്രഹ്മം തന്നെ അവശേഷിക്കുന്നു. ഇതാണ് ഈ ശാന്തിപാഠത്തിൻ്റെ അർത്ഥം. ലളിതോപാഖ്യാനത്തിൽ 33-ാം അധ്യായത്തിൽ 25-26 ശ്ലോകങ്ങളിൽ ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിയോട് അസ്ത്രചക്രത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ശ്രീദേവി പൂരിപ്പിക്കുന്നവൾ അഥവാ പൂർത്തി വരുത്തുന്നവളായി ഭവിക്കുന്നു എന്ന് പറയുന്നു. ലളിത പരമേശ്വരി സംഖ്യാപൂർത്തി വരുത്തുന്ന, അതായത് സംഖ്യയെ പൂർണ്ണമാക്കുന്ന ദേവിയായി ഭവിക്കുന്നു. കാമേശ്വരനായ ശ്രീപരമേശ്വരൻ്റെ വാമാങ്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ലളിതാദേവി കാമേശി തുടങ്ങിയവരിൽ 4ാമത്തെ ആളായും നിത്യാദേവിമാരിൽ 16ാമത്തെ ദേവിയായും
ചക്രിണികളായ യോഗിനിമാരിൽ 9ാമത്തെ ആളായും അവരുടെ സംഖ്യയെ പൂർണ്ണമാക്കുന്നു. ചക്രണീനാം യോഗീനീനാം ശ്രീദേവി പൂരണാത്മിക യാ കാമേശ്വരവാമാംഗ കലിതാ ലളിതാംബിക കാമേശ്യാദി ചതുർത്ഥി സാ നിത്യാനാം ഷോഡശീമത യോഗിനി ചക്രദേവീനാം നവമീ പരിപൂർത്തിക. ഇതാണ് ലളിതോപാഖ്യാനത്തിലെ വരികൾ. പൂർണ്ണ എന്നാൽ പൂർണ്ണമാക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ലളിതാദേവി കാലത്തിനും ദേശത്തിനും അവസ്ഥകൾക്കും അതീതയാണെന്നും സർവവ്യാപിയായ ബ്രഹ്മമായി പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്നുവെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ബ്രഹ്മം കാലത്തിനും ദേശത്തിനും അതീതമാണെന്ന് നാരായണീയത്തിലെ 1-ാം ദശകത്തിലെ 1-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇനി നാമം 293 ഭോഗിനി. ഓം ഭോഗിന്യൈ നമഃ. ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നവൾ എന്നും അനുഭവിപ്പിക്കുന്നവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം. ഭോഗം എന്നാൽ സുഖം, ആനന്ദം എന്നിവയുടെ സാക്ഷാത്കാരമാണ്. ഭോഗിനി എന്ന പദത്തിന് നാഗകന്യക എന്നും അർത്ഥമുണ്ട്. സർപ്പസ്ത്രീ രൂപത്തിലിരിക്കുന്ന കുണ്ടലിനി എന്നും നാഗകന്യാ സ്വരൂപിണി എന്നും നാമത്തെ വ്യാഖ്യാനിച്ചു കാണുന്നു. ഈ പ്രപഞ്ചത്തിലെ സകല സുഖങ്ങളും അനുഭവിക്കുന്നവൾ എന്നും നാമത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സമസ്ത ജീവജാലങ്ങളിലൂടെയും ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നത് ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ അല്ല. അവയ്ക്കെല്ലാം ചൈതന്യം നൽകുന്ന ആത്മാവായ ദേവിയുടെ സ്വരൂപമാണ്. നാമം 294 ഭുവനേശ്വരി. ഓം ഭുവനേശ്വര്യൈ നമഃ. ഭുവന അധികം ഈശ്വരി, ഭുവനങ്ങളുടെ ഈശ്വരി, സമസ്ത പ്രപഞ്ചങ്ങൾക്കും ഈശ്വരിയായവൾ. ഭുവനം എന്നാൽ ഭൂമിക്ക് താഴെയുള്ള അതലം മുതൽ പാതാളം വരെയുള്ള 7 ലോകങ്ങളും ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള ഭുവർലോകം മുതൽ സത്യലോകം വരെയുള്ള 6 ലോകങ്ങളും ചേർന്ന 14 ലോകങ്ങളാണ്. ഈ 14 ലോകങ്ങളെ ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൾ. ഭൂമിയെന്നും സ്വർഗമെന്നും ജലമെന്നും ഭുവനത്തിന് അർത്ഥം കാണുന്നു. മന്ത്രശാസ്ത്രമനുസരിച്ച് ഭുവനേശ്വരി ഹ്രീംകാര സ്വരൂപിണിയായ ആണ്. ഹ്രീം ബീജത്തിൽ സകല ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഗുരുക്കന്മാരുടെ വംശാവലിയിൽ ദിവ്യ, സിദ്ധ, മാനവൗഖ എന്നിവയിൽ മാനവൗഖാന്തർഗതനായ ഭുവനാനന്ദനാഥന് ദേവി പ്രത്യക്ഷീഭവിക്കുകയും അനുഗ്രഹം നൽകുകയും ചെയ്തതിനാൽ ദേവിക്ക് ഭുവനേശ്വരി എന്ന് പ്രസിദ്ധി ഉണ്ടായതായി ത്രിപുരാ സിദ്ധാന്തത്തിൽ പറയുന്നു. ത്രിപുരാ സിദ്ധാന്തമനുസരിച്ച് ഭുവനാനന്ദനാഥസ്യ പ്രസന്നത്വാത് മഹേശ്വരി ഭുവനേശ്വരീതി വിഖ്യാത ശാംഭവീ ഭുവനേശ്വരി. ഭുവനാനന്ദനാഥൻ്റെ ഈശ്വരി എന്നും മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ വസിക്കുന്ന ഗുരുവിശേഷ രൂപ ആയവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു. നാമം 295 അംബിക. ഓം അംബികായൈ നമഃ. സർവജഗത്തിനും അമ്മയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഭാരതി, പൃഥ്വി, രുദ്രാണി എന്നീ രൂപങ്ങൾ കൈക്കൊണ്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ സമഷ്ടിയെ അംബിക എന്ന് വിളിക്കുന്നുവെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. അംബിക എന്ന പദത്തിന് നിദ്രയെന്നും രാത്രിയെന്നും അർത്ഥമുണ്ട്. വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോർ അതുലാം തേജസപ്രഭു എന്നും പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാലരാത്രിർ മഹാരാത്രിർ മോഹരാത്രിശ്ച ദാരുണ എന്നും യാ ദേവി സർവഭൂതേഷു
നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ എന്നും ദേവി മഹാത്മ്യത്തിൽ പറയുന്നു. ഇനി നാമം 296 അനാദിനിധന. ഓം അനാദിനിധനായൈ നമഃ. ആദിയും അന്തവും ഇല്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ആദി എന്നാൽ ജനനവും നിധനം എന്നാൽ മരണവുമാണ്. സർവചരാചരങ്ങളും ലളിതാദേവിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ നാമം സൂചിപ്പിക്കുന്നത്. ദേവിക്ക് ജനനവും മരണവും ഇല്ല. നിധനം എന്ന പദം നാശത്തെ അഥവാ മരണത്തെ സൂചിപ്പിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നതെല്ലാം നിധനമാണ്. ആദിനിധനങ്ങൾ എന്നാൽ അവ അമൃതത്വ വിഘാതികളായ 80 തരത്തിലുള്ള മരണസാധനങ്ങളെ സൂചിപ്പിക്കുന്നു. ദേവിയെ ഉപാസിക്കുന്നവർക്ക് ഈ മരണസാധനങ്ങൾ ബാധിക്കുന്നില്ല. വരരുചിയുടെ അക്ഷരസംഖ്യ കടപയാതി പട്ടിക അനുസരിച്ച് ഓരോ അക്ഷരത്തിനും ഓരോ സംഖ്യാമൂലമുണ്ട്. ആദി എന്ന അക്ഷരങ്ങൾക്ക് 80 എന്നാണ് അർത്ഥം. ആദിനിധനങ്ങൾ അപ്പോൾ 80 മരണകാരണങ്ങളാണ്. ദേവി ആദിനിധനങ്ങളോട് കൂടാത്തവളാണ്. അതായത് അമൃതത്വത്തിന് വിഘാതമായി നിൽക്കുന്ന 80 വിധം മരണകാരണങ്ങളോട് കൂടാത്തവളെന്നും നാമം അർത്ഥമാകുന്നു എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. ബ്രഹ്മനിശ്ചയമായ ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ പൂജകൾ കൊണ്ട് മിക്കവാറും സാധ്യമല്ല. ഇതിന് അപവാദമാണ് ലളിതാദേവിയെ ഉപാസിക്കൽ. ആയുസ് നീട്ടിക്കിട്ടുവാനുള്ള ഉപാസന ലളിതാദേവിയെക്കുറിച്ചുള്ള മാത്രമാണ്. ആയുർദൈർഘ്യവും മോക്ഷവും ദേവിയുടെ ഭക്തർക്കുണ്ടാകുമെന്നും ഈ നാമം സൂചിപ്പിക്കുന്നു. ഇനി നാമം 297 ഹരിബ്രഹ്മേന്ദ്ര സേവിത. ഓം ഹരിബ്രഹ്മേന്ദ്ര സേവിതായൈ നമഃ. ഹരി അധികം ബ്രഹ്മ അധികം ഇന്ദ്ര അധികം സേവിത. ഹരി അതായത് വിഷ്ണു ഭഗവാൻ, സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ, ദേവരാജാവായ ഇന്ദ്രൻ, ഇവരാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ശ്രീപുരത്തിൽ 18ാമത്തെയും 17ാമത്തെയും പ്രാകാരങ്ങൾക്ക് മധ്യത്തിലായി വിഷ്ണു ഭഗവാനും 17ാമത്തെയും 16ാമത്തെയും പ്രാകാരങ്ങൾക്ക് മധ്യഭാഗത്തായി ബ്രഹ്മാവും 15ാം പ്രാകാരത്തിനും 14ാം പ്രാകാരത്തിനും മധ്യത്തായി ഇന്ദ്രാദി ലോകപാലകന്മാരും ദേവീസേവയ്ക്കായി വസിക്കുന്നു എന്ന് ലളിതോപാഖ്യാനാന്തർഗതമായ ത്രിപുരവർണ്ണനയിൽ പറയുന്നു. സൗന്ദര്യലഹരിയിൽ 22ാം ശ്ലോകത്തിൽ തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിതപദ എന്ന് ശ്രീ ശങ്കരാചാര്യർ സ്തുതിക്കുന്നു. ദേവിയെ സ്തുതിക്കാനായി ഏതൊരുവൻ ഭവാനി ത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്നുവോ അപ്പോൾ തന്നെ ദേവി അവന് മുകുന്ദൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവരുടെ കിരീടത്തിലെ രത്നപ്രഭ കൊണ്ട് നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോട് കൂടിയ ദേവിയുടെ സായുജ്യ പദവിയെ നൽകുന്നുവെന്നാണ് അർത്ഥം. അപ്പോൾ മുകുന്ദനും അതായത് വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും ദേവേന്ദ്രനും ദേവിയുടെ പാദസേവ ചെയ്യുന്നതായി സൂചിപ്പിച്ചിരിക്കുന്നു. ഇന്ദ്രനും ദേവന്മാരും പലതവണ ദേവിയെ സ്തുതിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിട്ടുണ്ട്. മധുകൈടഭന്മാർ വധിക്കാനെത്തിയപ്പോൾ ബ്രഹ്മാവ് ദേവിയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തിയെന്നും അവരെ ജയിക്കാൻ ദുഷ്കരമായപ്പോൾ വിഷ്ണു ഭഗവാൻ ദേവിയെ ധ്യാനിച്ചുവെന്നും ദേവിയുടെ അനുഗ്രഹത്താൽ മധുകൈടഭന്മാരെ ജയിച്ചുവെന്നും ദേവി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ മഹിഷാസുരവധത്തിനും സുംഭനിശുംഭവധത്തിനും ദേവിയുടെ സഹായത്തിനായി ബ്രഹ്മാദി ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നതും ദേവി മൂർത്തിരൂപം ധരിച്ച് അവരെ നിഗ്രഹിക്കുന്നതും ദേവി മാഹാത്മ്യത്തിലുണ്ട്.
ബ്രഹ്മാവ്, വിഷ്ണു, ശംഭു, ഇന്ദ്രൻ, വരുണൻ, യമൻ, വായു, അഗ്നി, കുബേരൻ, ത്വഷ്ടാവ്, പൂഷാവ്, അശ്വിനി ദേവകൾ, ഭഗൻ, രുദ്രൻ, മരുത്തുക്കൾ എല്ലാവരും ദേവിയെ സ്തുതിക്കുന്നുവെന്ന് ദേവീഭാഗവതത്തിൽ പറയുന്നു. ബ്രഹ്മാ വിഷ്ണുസ്തദാ ശംഭുർവാസവോ വരുണോ യമഃ വായുരഗ്നി കുബേരശ്ച ത്വഷ്ട പൂഷാശ്വിനൗ ഭഗഃ ആദിത്യ വസവോ രുദ്ര വിശ്വദേവാ മരുദ്ഗണാഃ സർവേ ധ്യായന്തി താം ദേവീം സൃഷ്ടിസ്ഥിത്യന്തകാരിണീം. 297 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇനി 298 മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും 27-ാം തീയതി, അതായത് അടുത്ത വെള്ളിയാഴ്ച പറയാം. എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.